hello friends, Namaskaram. Welcome back to my channel, Sree's Cooking World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ മസാല ഫ്രൈ ആണിത്. പിന്നെ ഞാൻ ഇന്ന് വന്നത് എന്നോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഫേസ് കാണിക്കാതെയാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എല്ലാ വീഡിയോസിലും അങ്ങനെ വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാം. എന്നോട് ഒരുപാട് പേര് കുറേ റെസിപ്പികൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് അതെല്ലാം വീഡിയോ ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഓവനോ ബീറ്ററോ വിസ്കോ ബേക്കിംഗ് ടൂൾസോ ഒന്നും ഇല്ലാണ്ട് ഒരു കേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഞാനത് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാം. എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ കാണുന്നതിൽ കുറച്ച് പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ട്. അതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. അപ്പം നമുക്ക് ചിക്കൻ മസാല ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. 1 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ തലേന്ന് രാത്രി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് എടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇന്ന് മിക്സ് ചെയ്തിട്ട് നാളെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും സമയമില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നിങ്ങൾ വെച്ചിട്ട് വേണം എടുക്കാൻ. ഇന്നലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിൽ 1 ടീസ്പൂൺ കുരുമുളക്, 1.5 ടേബിൾ സ്പൂൺ മല്ലി, 5 ഗ്രാമ്പൂ, 4 ഏലക്ക, 3/4 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതായിപ്പോൾ നന്നായി പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 4 മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസ് സവാള കൂടി ചോപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ എടുത്ത് അതിലേക്ക് 7 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചെറുതായൊന്ന് ചൂടായപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. 7 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ലാസ്റ്റ് സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നതെല്ലാം ഈ സെയിം ഓയിൽ തന്നെയാണ്. ചിക്കൻ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ഇപ്പം മൊത്തം 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ മൊത്തം വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ കോരി മാറ്റി വയ്ക്കാം. ഇതായിപ്പോൾ ചിക്കൻ മൊത്തം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്ന ഓയിൽ തന്നെ നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല മണവുമാണ്. ഈ ഓയിലിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം എന്ന് പറഞ്ഞാൽ പെരുംജീരകമല്ല, നല്ല ജീരകം, കുമിൻ സീഡ്സ്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 ചുവന്ന മുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഒരു ബേ ലീഫ് കട്ട് ചെയ്തത് ചേർത്ത് നീളത്തിൽ കട്ട് ചെയ്ത 5 പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച 4 സവാളയും പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സവാള ബ്രൗൺ നിറം ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ടൊമാറ്റോയൊക്കെ കുക്കായി എണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
മുളക് പൊടി ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ആദ്യം നമ്മുടെ മിക്സിയുടെ ജാറിൽ പൊടിച്ചു വെച്ചിരുന്ന ആ മസാലപ്പൊടിയിൽ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയിലേക്ക് നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം എരിവിനനുസരിച്ച് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇപ്പം മുളക് പൊടിയുടെയൊക്കെ പച്ചമണം നല്ലപോലെ മാറിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഓയിലൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ മൊത്തം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിൽ പൊടിച്ചു വെച്ചിരുന്ന മസാല പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ മസാല പൗഡർ മൊത്തം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 7 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടപ്പ് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം. അപ്പം ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, അപ്പാര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും, എനിക്ക് ഉറപ്പാണത്. എൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ മസാല ഫ്രൈ ആണിത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന ഒരു കോമ്പിനേഷനാണിത്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.